മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന പെൺകുട്ടി സ്വയം തീ കൊളുത്തിയതാണെന്ന് പിതാവ് പറയുന്നു. 3 പേർ ചേർന്ന് 15-കാരിയെ തട്ടിക്കൊണ്ടുപോയി തീ കൊളുത്തിയതാണെന്ന ആരോപണമാണ് ഇതോടെ കഴമ്പില്ലാതാകുന്നത്. चाहे हिंदू हो मुस्लिम हो, मेरी लड़की के लिए सब दुआ प्रार्थना किए। मैं किसी से नाराज नहीं हूँ। मैं इतना ही कहूँगा, मेरे नसीब में मेरी बेटी नहीं है। मैंने आपका ना इनका किसी का दोष देना चाहता नहीं. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ആക്രമണത്തിൽ ആരുടെയും പങ്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒഡീഷ പോലീസ് ഡൽഹി എയിംസിലെത്തി പെൺകുട്ടിയുടെ മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു. 2 ആഴ്ച നീണ്ട അന്വേഷണത്തിന്റെയും ഈ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ മറ്റുള്ള ആളുകളുടെ പങ്ക് പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ജൂലൈ 19-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പുരിയിലെ ഭലങ്കയിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന 15-കാരിയെ 3 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഭാർഗവി പുഴയോരത്ത് വെച്ച് തീ കൊളുത്തിയെന്നാണ് ആദ്യഘട്ടത്തിൽ ഉയർന്ന പരാതി. രക്ഷയ്ക്കായി ഓടിയെത്തിയവരോട് പെൺകുട്ടി പറഞ്ഞ കാര്യമാണിത്. എഫ്ഐആറിൽ പെൺകുട്ടിയുടെ അമ്മയും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കേസിൽ ഇതുവരെ 8 പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. 75% പൊള്ളലേറ്റ പെൺകുട്ടിയെ ആദ്യം ഭുവനേശ്വർ എയിംസിലും പിന്നീട് കൂടുതൽ ശസ്ത്രക്രിയകൾക്കായി ഡൽഹി എയിംസിലേക്കും എത്തിക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.